Assalamu alaikum wa rahmatullahi wa barakatuhu. Alhamdulillah. We are very happy to inform that Shaza Irene of age 13, daughter of Zafir KM and Nanshida MK, completed her Hifz within 10 months on 22nd March 2025, which is indeed a very great achievement for her and an honor for our school as well. It is to be noted that she was highly self-motivated and driven to achieve this on her own, that is, to memorize the Quran within just 10 months. Her dedication and hard work is truly commendable. May Allah bless her, her family, and all her teachers for all the effort that was taken. We hope that Shaza will hold on to the Quran to gain more knowledge and for her livelihood. May Allah reward her greatly here and in the hereafter. Ameen. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبدا لهم سيئات ما عملوا وهاق بهم ما كانوا به يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. വലിയൊരു ഭാഗ്യമാണ്. കാരണം അവക്ക് എത്രമാത്രം ആഗ്രഹം ആ ഖുറാനോടുണ്ടോ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹെൽപ്പും കൂടി വളരെ നന്നായിട്ട് അപ്പൊ അത്രയും ചെയ്യാൻ പറ്റിയ മോളാണ്. ഈ ഒരു ദിവസം തന്നെ കിട്ടിയത് അൽഹംദുലില്ലാ. മനസ്സിലാക്കിയ പോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന അനുഗ്രഹീതമായ മാസത്തിൽ അതിനുപരിയായിട്ട് നമ്മളെ അവസാനത്തെ 10 കൂടിയാണ് നമ്മളുള്ളത്. അള്ളാഹു ഷെഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ഈ ഖുർആൻ ഇറങ്ങിയ മാസമാണിത് റമദാൻ. അന്ന് തന്നെ അള്ളാഹു താല വളരെയധികം അനുഗ്രഹത്തിൻ്റെ ഈ രാവുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഷെസക്ക് ഹാഫിളത്താവാൻ അള്ളാഹു താല ഭാഗ്യം നൽകി. അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു താല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഷെസമോള് മോളെപ്പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് 1000 നാവ് തന്നെ ഉണ്ട്. കാരണം എന്നും നല്ലൊരു മോളായിട്ട് തന്നെ ഞങ്ങളെ കുടുംബത്തിൽ വളരുന്നൊരു കുട്ടിയാണ് അവളെ കണ്ടിട്ട് എല്ലാവരും പഠിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം ഏത് നേരവും എപ്പം നമ്മളെ നോക്കിയാലും ഓളെ കൈമിൽ ഖുർആനില്ലാതില്ല. ഏത് സുബൈക്ക് ഞാനൊക്കെ വിളിച്ച് തൊട്ടുണർത്തുമ്പോഴത്തേനും ഓള് ചാടി എണീച്ച് അപ്പം തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഓളെ കൈമിൽ ഖുർആനൊക്കെ ഉണ്ടാവുക. ഞാൻ ചോദിക്കും മോളെ എന്തിനാ അത്രത്തോളം പഠിക്കാനുണ്ട്? ഉണ്ട് ഉമ്മച്ചിക്ക് അറിയിട്ടാണ് അതെന്ന് പറഞ്ഞിട്ട് ഓള് ഈ വാക്ക് കിട്ടുന്നില്ല. പഠിച്ചവൻ എല്ലാവിധ അനുഗ്രഹവും അവൾക്കും ആ കുടുംബത്തിനും എല്ലാം അള്ളാഹു തിരുമാറാണ്. ഞാൻ ആദ്യം അൽഫിത്ര സ്കൂളിനെ പറ്റി പറയാണ്. കാരണം ഷെസമോള് പിന്നെ ചെറുപ്പത്തിലെ ഖുർആനായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ നമ്മൾ 3.5 വയസ്സിലായിരുന്നു പയ്യോളി അൽഫിത്രയിൽ ചേർത്തിയത്. അന്ന് മുതലേ ഭയങ്കര പെട്ടെന്ന് അവൾ ക്യാച്ച് ചെയ്യും. ഖുർആന്റെ ഓരോ പിന്നെ സൂറത്തും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് പഠിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് 4 വയസ്സിൽ പിന്നെ അവിടെ ഭയങ്കര നമ്മൾ ചെറിയൊരു വീഡിയോ വൈഫ് ഇങ്ങനെ ഓതി കൊടുക്കുന്ന ഓരോ സൂറത്ത് ഓതി കൊടുക്കുന്ന വീഡിയോ
ഇങ്ങനെ പറയുന്നത്, നമ്മൾ വെറുതെ ഒരു വീഡിയോ എടുത്തിരുന്നത്, വൈഫിൻ്റെ താത്ത ദുബായിലായിരുന്നു. അപ്പോൾ അവർക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കലും അത് പിന്നെ ഓരോ ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോയിട്ട് ഭയങ്കരമായിട്ട് വൈറലായൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ വൈഫ് തീരുമാനിച്ചാണ് ഷെസനെ ഹാഫിളാക്കണം എന്നുള്ള തീരുമാനിച്ചത്. പിന്നെ അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പം പിന്നെ കുറച്ചും കൂടി വെണ്ടറായപ്പോൾ നമ്മൾ നടക്കാവ് സ്കൂളിൽ ചേർത്ത്. പിന്നെ ഷെസ പറഞ്ഞപ്പ എനിക്ക് അൽഫിത്ര തന്നെ പോകണം, അൽഫിത്ര തന്നെ പോയിട്ട് ഹാഫിളാവണം എന്ന് പറഞ്ഞു. പക്ഷെ ഇത്ര ഒരു 1 ഇയർ 10 മാസം കൊണ്ടൊക്കെ ഹാഫിളാവാന്ന് പറയുന്നത് ഭയങ്കര, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്. അതൊക്കെ ഏറ്റവും പിന്നെ കൈയടിക്കാൻ കൊടുക്കണം നമ്മളെ ടീച്ചേഴ്സിനെ പഠിത്തം എക്സലന്റ്. ഒരിക്കലും എനിക്ക് 10 മാസം കൊണ്ടൊക്കെ ഹാഫിളാവാന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമായിരിക്കും. 5th 6th നടക്കാവ് ഗേൾസിൽ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് തന്നെ തോന്നി, അവൾ പറഞ്ഞു എനിക്ക് ഹിഫ്ള് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മളെ വീട്ടിന്റെ തൊട്ട ബാക്കിൽ ഇതിനായിട്ടൊരു സ്ഥലമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് എവിടെ നിന്നൊക്കെ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വന്നിട്ട് അവിടെ താമസിച്ച് പഠിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവൾക്ക് അവിടെ വേണ്ടാന്ന് തന്നെ, അവൾക്ക് ഈ അൽഫിത്രയിൽ തന്നെ വരണം. കാരണം മുന്നത്തെ ടീച്ചേഴ്സിന്റെ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ അയച്ച് നല്ല ലോങ് ഉണ്ടല്ലോ പറയുമ്പോൾ ഞങ്ങളുടെ വീട് കരിക്കാങ്കുളമാണ്. അപ്പം എന്നിട്ട് അവൾക്ക് ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജോയിൻ ചേരുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള. ഞങ്ങൾ വിചാരിച്ചെന്താ വെച്ചാൽ 1 വർഷം കൊണ്ട് എത്ര പറ്റുമോ അത്രയും പഠിച്ചിട്ട് ബാക്കി പിന്നെ സെൽഫായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൽ പഠിച്ച് തീർക്കാന്നാണ്. അപ്പോഴും അവൾക്ക് ചെറിയൊരു ഹോപ്പ് ഉണ്ട്. പക്ഷെ ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ഇതിൽ പോയി. പിന്നെ അവൾ തന്നെ, ഞാൻ ഒരു വട്ടം പോലും ഞാൻ പറയേണ്ടി വന്നിട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. അത് അവൾക്ക് അവളെ കാൽക്കുലേഷൻ തന്നെ ആയിരുന്നു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഇത്ര പേജ് പഠിച്ചാൽ എങ്ങനെയെന്ന് പറഞ്ഞു അവള് കാൽക്കുലേറ്റ് ചെയ്ത്. ഇപ്പൊ ഇവിടുന്ന് മീറ്റിങ്ങിന് വരുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയും മോളെ എങ്ങനെ പഠിക്കുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ ബാക്കി പാരന്റ്സിന്. സത്യം പറയാൻ എനിക്കറിയില്ല, കാരണം അവളതായ പ്ലാനിലാണ് പോണത്.